മൂന്നാമത്തെ ദിവസം രാവിലെ നല്ല വൃത്തിയായിട്ടും കിടന്നുറങ്ങി. പിന്നെ ഇനിയിപ്പോൾ അനാറ് കയറ്റാൻ വേണ്ടി പോവാണ്, തോട്ടത്തിലേക്ക് അനാറ് കയറ്റാൻ വേണ്ടി പോവാം. ഇന്നലെ ഉറക്കൊക്കെ റെഡിയായോ? സൂപ്പറായോ? ചായ കുടിക്കട്ടെ. അനാറ് കയറ്റാൻ വേണ്ടി പോവാണ്. സർഫ് സുഖല്ലേ? അനാറ് കയറ്റാൻ പോണ തോട്ടത്തിൻ്റെ വഴികളും ഗ്രാമങ്ങൾ കണ്ട ഗ്രാമങ്ങൾ. എല്ലാ വീടിൻ്റെ മുമ്പിലുണ്ടാവും ഒരു പശുത്തൊഴുത്ത്. അനാറ് കയറ്റാൻ വേണ്ടിയിട്ട് പണിക്കാർ കയറിയതാണ്. തോട്ടത്തിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഉപ്മാവ് ഉണ്ടാക്കണം. ഉപ്മാവ് ഉണ്ടാക്കണ്ടേ? ഉപ്മാവ് വയ്ക്കില്ലേ? ഇതെന്താണ് മറ്റേ അടക്ക വാവലയപ്പി അടക്ക പോലെ അയക്കണമല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ ഉപ്മാവ് ഉണ്ടാക്കാം. അനാറ് കയറ്റാൻ വന്ന ഒരു വീട്ടിലേക്കാണ് വന്നുള്ളത്. ഒരാളത്തെ ഉപ്മാവൊക്കെ തിന്നു കഴിഞ്ഞ് നന്ദു ഉപ്മാവ് തിന്നപ്പോൾ കുണ്ടളമ്മ വന്നു ഓടിയാണ്. ഇതിപ്പോൾ അവന് ചൂടും പുക എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. MIT-ൻ്റെ പുറകെയാണ്. എടാ കട്ടിലിരുന്നടാ. അതേതാ വണ്ടി? ഏതാ? MIT. ആ സ്കൂളിൽ പോയി വരുന്നേ. ചൂടുണ്ടോ? ഇത് ചൂടായിട്ടില്ല. ചൂടുണ്ട്. അന്നാ കുറച്ച് ഉറുമാമ്പഴം കഴിക്കും. കവറുണ്ടായിരുന്നല്ലോ. എത്ര കാലത്ത് ഉണ്ടെങ്കിൽ പിന്നെ കൊണ്ട് കളയല്ലേ മോനെ. ആ ബക്കറ്റ് കൊടുക്കണം. നല്ല ചൂടാ. അത്ര ചൂടല്ലേ? ചൂടാണ് അറിയുമ്പോഴേ കുറച്ചൊക്കെ ആയിരുന്നു അല്ലേ? അപ്പം നീയല്ലേ പറഞ്ഞേ നല്ല ചൂടാന്ന് പറഞ്ഞേ. ഇനി കരിയാൻ പോകുന്നുള്ളൂ, ഒന്നും ആയിട്ടില്ല. തോട്ടത്തിൽ വന്നു ഞങ്ങൾ. അതാണ് അവരെ വീട്. നല്ല പൈസക്കാരാ, പക്ഷെ വീട് കണ്ടാൽ തോന്നൂല. ഞങ്ങൾ ബോക്സ് ഇങ്ങനെ ലോഡാക്കി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അനാറ് ഇതൊക്കെ 2ാം ക്വാളിറ്റിയാണിത്. ഇത് ഈ കുത്തുള്ള സാധനം. ഇതിലൊക്കെ ഓരോ കുത്തുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടുത്തെ മാർക്കറ്റിൽ തന്നെ പോകും തോന്നുന്നു. നമുക്ക് നല്ല സാധനം, കുത്തൊന്നും ഇല്ലാത്തത്. ഇതാണ് ബോക്സിൽ പാക്ക് ചെയ്യുന്നത്. അനാറ് തരം തിരിച്ച് ഇങ്ങനെ വലിപ്പം ചേർപ്പം. എടാ ഒരു അനാറ് ചോദിച്ചോളാം. എനിക്ക് തന്നോ അനാറ്? കഴിക്കാൻ തന്നോ? നീ എന്താ ഇങ്ങനെ ഉഷാറായിരുന്നാ? നീ അല്ല ചൂടെടുക്കണില്ല എന്ന് പറഞ്ഞേ. ഇവിടുത്തെ വീടൊക്കെ ഉണ്ടോ? ഇതൊക്കെ വലിയ പണക്കാരെ വീടാണ്, പക്ഷേ നല്ല പൈസക്കാരാണ്. പക്ഷെ വീടിൻ്റെ കോലം നോക്ക്, അധികം കാണിക്കൂല. പിന്നെ ഈ ബാരലുണ്ടല്ലോ, ഈ ബാരലിൻ്റെ ഉള്ളിൽ ഗോതമ്പാണ്. ഗോതമ്പ്, അരി ഇതൊക്കെ എടുത്തിടും. പുറത്തങ്ങനെ ഇതിലിട്ട് വെക്കുക. അത് ഇവരെന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ചൂടായതുകൊണ്ട് വണ്ടും പുഴുക്കളൊന്നും ഇതിൽ കയറൂല. അപ്പോൾ ഈ ഷീറ്റ് ചൂടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അരിയും ഇതൊക്കെ ഇതിലിട്ട് വെച്ചിട്ടുള്ളത്.
അപ്പോൾ വണ്ടൊന്നും കയറുമല്ലോ. വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടും പുഴുക്കളൊക്കെ അങ്ങനെ കയറുമല്ലോ, നാശമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്ത് ഇതേപോലെ ഇട്ട് വെക്കും. പിന്നെ ആവശ്യമുള്ള ടൈമിൽ ഇവിടെ ഹോൾസ് ഉണ്ട്, ആ ഹോൾസ് കൂടി തുറന്നിട്ട് ഇങ്ങനെ എടുക്കും. ഇതിന് ഹോൾസ് ഇല്ല, പക്ഷേ മറ്റേ ചിലതിൻ്റെ ഓപ്പോസിറ്റ് ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് പൈപ്പ് ഉണ്ട്, ആ പൈപ്പിൽ ഇങ്ങനെ തുറന്നിട്ട് അത് കൂടി ഇങ്ങനെ എടുക്കും. കരിമ്പ് തോട്ടം. പിന്നെ എല്ലാ വീട്ടിലും പശുക്കളില്ലാത്ത വീടില്ല. എല്ലാ വീട്ടിലും വീടിൻ്റെ ഉമ്മറത്ത് പശുക്കളുണ്ടാവും. പശുക്കൾ, ആടുകൾ, കോഴികൾ. ഇവിടെ ഈ മെഷീനറികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇവിടെ കൃഷിക്കാരായതുകൊണ്ട് ഗവൺമെൻറ് സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇന്നടിക്കണ വണ്ടിയാണ്. ഇതിലാണ് സാധനം അടിച്ചിട്ട് തോട്ടത്തിൽ കൂടി ഇങ്ങനെ ട്രാക്ടർ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും, മരുന്നടിക്കും. ഇതാ വണ്ടി, മരുന്നടിക്കണ വണ്ടി കേട്ടോ. തോട്ടത്തിൽ ആ ടാങ്കിലുള്ള മരുന്ന് ഒഴിച്ചിട്ട് പിന്നെ തോട്ടത്തിൻ്റെ 2 സൈഡിൽ കൂടി ഇങ്ങനെ എന്താ പറയുക, സ്പ്രേ ചെയ്ത് അങ്ങനെ പോകും. പുളിമരം നോക്ക്, നല്ല തണലല്ലേ അതിൻ്റെ ഉള്ളിൽ അടിയിൽ കിടക്കാൻ പറ്റുമെങ്കിൽ. ഇവിടെ പായ വിരിച്ച് കിടക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്, നല്ല കാറ്റല്ലേ. ചോളം മെഷീനിലിട്ടിട്ട് ഒഴിവാക്കിയതാണ്, ചണ്ടി മാത്രം. അനാറ് കൊണ്ടുപോകണമാണ് കേട്ടോ, അത് ബോക്സിലാക്കിയിട്ട്. തോട്ടത്തിൽ വണ്ടി പോകാത്തതുകൊണ്ട് ഇതുപോലെ ട്രാക്ടറിൽ ഇങ്ങനെ കൊണ്ടുപോകും. ഓയ് ഇത് പോത്താണ്. പോത്തിനൊന്ന് വിളിച്ചോക്കടാ. വിളിച്ചോക്ക്, നിന്റെ ഭാഷയിൽ വിളിച്ചാൽ മതി. മുളക് കൃഷിയാണ്. അനാർത്തോട്ടം. ഇതാട്ടോ അനാറ് തോട്ടം. നമുക്ക് ഇപ്പോൾ കുറവാണ്. ഫസ്റ്റ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ നിറഞ്ഞിങ്ങനെ കിടക്കും. അങ്ങനെ ത്തില്ല, ഇതൊക്കെ പിഞ്ചാണിത്. ചെതറ് കയറാണ്ടൊക്കെ മരുന്നടിച്ചിരിക്കും. നടക്ക്, അതിൽ നേരെ നടന്നോ. ആ പറിച്ചോ, പറിച്ചോ, ഒന്ന് പറിച്ചോ. അത് പച്ചയായിരിക്കും, അത് നല്ല അത് കളറേ ഉള്ളൂ, വെയിലുകൊണ്ടേ. നന്ദുവിൻ്റെ ടാസ്ക് പൊളിക്കടാ. ഉറുമാമ്പഴം പറിച്ചിട്ട് കാട്ടണം. കാട്ടിലാണ് ആർക്കോ മുഴുവൻ തേങ്ങ കിട്ടിയ മാതിരി ഒരു മൂല കുത്തി പൊട്ടിക്കടാ, പിന്നെ ചതച്ചാട് പൊട്ടിക്ക്. നല്ല മധുരമുണ്ട്. മധുരമുണ്ടോ? കളറില്ലല്ലോ. കളറില്ല, വെളുത്ത് കളത്തല്ലേ. ഗ്ലാസ് അവർ പറിക്കുന്ന കണ്ടിട്ട് നിന്നോട് പിടിച്ച് വെക്കുവോ? ആ വലിയവരെ വേണ്ടെന്ന് പറഞ്ഞു, ചെറിയ ആൾക്കാർ വേണമെന്ന് പറഞ്ഞേ.
ഒരു കുട്ടിക്ക് വിശന്നിട്ട് ഭക്ഷണം കിട്ടാണ്ട് നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. നിങ്ങൾ കാണണ്ട. വിശന്നിട്ട് പാവം ചോറ് നിന്നിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. കണ്ട എന്തൊക്കെയോ കായ പറിച്ച് തിന്നു. വീഡിയോ എടുക്കണ പൊട്ടനായതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ എന്തിനാ അങ്ങനെ തിന്നു? തവസരെടുത്ത് നോട്ടെ. ഞങ്ങൾ കുറേ വെയിലത്ത് കൂടി അങ്ങനെ നടന്നു വന്നപ്പോഴേ ഭയങ്കര ചൂട്, നല്ല ചൂടാണ് അവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മരം കിട്ടി. ആ മരത്തിൻ്റെ ചുവട്ടിൽ നന്ദു ഇവിടെ വന്ന് വീണ് അവിടെ ഇരുന്ന് കുറച്ച് തണുത്ത വെള്ളം ഉണ്ടായിരുന്നു. വീണിട്ടില്ല, ആ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോവാ. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്, തണുത്ത വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിൽ ലോറിയിലുണ്ടാവുമോ? കരിഞ്ഞുണങ്ങി പോവില്ലേ? ഏറ്റവും കൂടുതൽ ചൂട് കേരളത്തിലാണ്. മംഗലാപുരമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചൂട് കൂടിക്കഴിഞ്ഞാൽ എവിടെ നിൽക്കാൻ പറ്റില്ല. എഞ്ചിൻ്റെ ചൂടും വണ്ടീൻ്റെ ചൂടും പുറത്തത്തെ ചൂടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഗുണ്ടിൽപേട്ട, ഗൂഡല്ലൂർ, നാടുകാണി അങ്ങനെ പോവാം. ഊട്ടി പോവില്ല, ഗൂഡല്ലൂർ വരെ. നിനക്കിനി മതിയായില്ല? ആ മേലുള്ള അതാക്കുന്നത് ആ കൊമ്പ് പിടിച്ച് പിടിച്ചാൽ മതി അല്ലേ. അത് വെള്ളമായിരിക്കും അത്. അപ്പോൾ ഉറുമാമ്പഴത്തെ തോട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര അണ്ടസകയാണ്. എന്താ പറയാനുള്ളത് നിനക്ക്? ഉറുമാമ്പഴം തോട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര അണ്ടസകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ വെക്കുക, പിന്നെ ലൈക്ക് അടിക്കുക. വേറെന്താ? നോക്കി നടക്കും. ഞാൻ മരിച്ചു വിടുമോ? അണ്ടസകയുടെ നടത്താൻ പോയിടോ. ഇത് ചോളം. ഞാൻ വിചാരിച്ചയാൾ നമ്മളെ തല്ലാനെന്തിനും ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ ഫോൺ കവർ അവിടെ വെച്ച് മറന്നല്ലേ. ഞാൻ വിചാരിച്ച വെള്ളം തീർത്തില്ലേ, അതിനകത്ത് തല്ലാൻ വരെ. ഇത് തല്ലുമില്ല, തല്ലുകയാണെങ്കിൽ തന്നെ നീ മുമ്പിൽ കയറി നിന്നാൽ മതി. രണ്ടെണ്ണം നീ തീച്ചിട്ടാൽ മതി. പിന്നെ ഞാൻ ബാക്കി ഞാൻ ഹിന്ദിയിൽ എന്തെങ്കിലും അറിയുന്ന ഹിന്ദിയിൽ സംസാരിച്ചിട്ട് ലേലു വല്ലു ലേലു വല്ലു എന്ന് പറഞ്ഞോളാം. അതൊരു അല്ലുണ്ട്. കണ്ടോ, നടിച്ച് മടുത്തു ചെക്കന്. ഇന്നൊരു വ്ളോഗ് കൂടി എടുക്കാൻ പോരാ? എന്നാ പാന്ന വേഗം വണ്ടിയിലേക്ക് പോയിക്കോ. വണ്ടിയിൽ പോയിട്ട് വേഗം AC ഇട്ടോ. എന്നാൽ ഫാൻ ഇട്ടാൽ മതി. കുഴപ്പമില്ലേ? നീ നേരത്തെ ഉപ്മാവ് നിന്നിട്ടേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പുകച്ചില്ലേ? അയാൾ മൂക്ക് ഇങ്ങനെ തുടക്കുന്നു. അയ്യോ, ഇത് എവിടെ നിന്നാണ്? അച്ഛന് ഒരു പുകയ്ക്കല് പുകച്ചിരിക്കുന്നു. പിന്നെ കുപ്പി എടുത്ത് ഓടുന്നു. എവിടെ ബാത്റൂം, എവിടെ പോകുന്നത്? 4 സൈഡിലും വീട്, ബാത്റൂം ഉള്ളത്. അറിയാത് ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ. ഒരു ഫാക്ടറിയിൽ നിന്ന് പുക വരുന്നല്ലോ, അയാൾ മൂക്കെടുത്ത് തുടക്കുന്നു. ബൂസാന്ന്. എന്നാ खाता है लो ना 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 दे दो उसको, दे दो लो. उसको दे दो ना. वो नहीं खाता, उसको पसंद नहीं है. उठाओ उठाओ उठाओ, उसको दे. वो नहीं खाता है, वो आगे वो भी नहीं खाता है. हाँ ओके, दे दो, मैं खाएगा. आपका नाम क्या है? नाम क्या है? कृष्णा. भगवान का नाम है? भगवान का नाम है? हाँ, अच्छा है. കേരള. കേരള സകല്ലേ നിങ്ങളുടെ സ്ഥലം തേങ്ങാക്കോല. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്നിട്ട് അങ്ങനെ നന്ദു തിരിച്ചു വന്നതാ പുളീൻ്റെ തണലിൽ നിൽക്കുന്നു. ഈ കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്?
നമ്മൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നമുക്ക് അവരോട് പറയാനുള്ളത് എന്താ? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത് ഒന്നും പറയാനില്ല. അപ്പം അത് കാണണ്ടെന്ന് പറയണം എല്ലാവരോടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അയ്യോ ഷെയർ ചെയ്യണ്ട. ശരി. അപ്പോൾ അത് കമൻ്റ് ഇടണ്ട. കമന്റ് ഇടുക. അല്ല ഇത് ഷെയർ ചെയ്യാമല്ലോ. ഷെയർ ചെയ്യണ്ട. കുമ്മറിലൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ കുമ്മറ ഇതല്ലേ. അപ്പോൾ നമ്മൾ കുമ്മറ വർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത് വലിയ ക്ലാരിറ്റിയും പിന്നെ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊന്നുമല്ല. ഇതിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച നമ്മൾ കുറച്ചെന്താ ഈ മൊബൈലിലൂടെ പകർത്തിയിട്ട് മറ്റുള്ളവർക്കും കൊടുക്കുന്നത്. ഈ ലോറി ജീവിതവും ഓരോ സ്ഥലത്തേക്ക് പോകുന്നു. നമ്മളെന്തൊക്കെ കണ്ടോ അതൊക്കെ നമ്മൾ പരമാവധി നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് നമ്മളിതിലെടുത്തിടുന്നതെന്ന് മാത്രം അല്ലേ. പിന്നെ വേറെന്താ പറയാനുള്ളത് ലാസ്റ്റായിട്ട്? വേറെന്താ പറയാനാ? ഇല്ല, അവർ കുറച്ച് ട്രൈ എടുത്തല്ലോ. നമ്മൾ 155 ഉള്ളൂ. This much I am performing with my father. ഭർത്താവ് മരിച്ചാൽ വിധവാന്ന് പറയും, ഭാര്യ മരിച്ചെന്താ പറയാ? ഇത്ര ലോഡായി മുന്തിരി, വെള്ളമുന്തിരി, കറുത്ത മുന്തിരി, പിന്നെ അനാറും. ഇനി കുറച്ചും കൂടി കയറ്റാനുണ്ട്. ഒരു 7 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നിന്ന് പിടുത്തം വിടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ലോഡ് കയറ്റി 7:30 ആയപ്പോൾ ഇറങ്ങി ഞങ്ങൾ. ഇനി നേരെ വിടുകയാണ്. എന്തോ ക്ലിയർ ആവുന്നില്ല, രാത്രി ആയിട്ടല്ലേ. അപ്പോൾ ഇനി നേരെ രാവിലെ എടുക്കാൻ നോക്കി. ഒന്ന് 3 ദിവസം ഫുള്ളായില്ലേ. വേട്ടക്കാരൻ നേരം വെളുത്തു. 4ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. 3 മണിയായി, 2:45 3 മണിയായി. അപ്പോൾ മറ്റാൾ ഉറക്കം വന്നിട്ട് കിടന്നു. പിന്നെ ഞാനിപ്പോൾ എടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഇവൻ നേരത്തെ തന്നെ എണീറ്റിട്ട് ഉറക്കമില്ല, നീച്ചയില്ല, ഒന്നുമില്ലാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി പകല് കാണാം ചൂടും പുക എടുത്തിട്ട് ഇപ്പം കിടന്നുറങ്ങാണ്ട്. എന്താണ് ഉറങ്ങണില്ലേ? ഉറങ്ങി എണീറ്റ് മര്യാദ കിടന്നുറങ്ങിക്കോ. പകല് കിടന്നുറങ്ങാൻ കഴിയില്ല, ചൂടും പുകയുണ്ട്.
സ്റ്റോപ്പുണ്ട് തോന്നുന്നല്ലേ. അപ്പോൾ ഈ ലോഡ് കരുനാഗപ്പള്ളിക്കാണ്. അപ്പോൾ ലോഡ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ സമയം ഉണ്ടാവില്ല, വേഗം അങ്ങ് പോകണം. ഇനിയിപ്പോൾ ഇന്ന് രാത്രി 2:30 ആകുമ്പോൾ മാർക്കറ്റിൽ കയറണം. വെളുപ്പാകുമ്പോൾ മാർക്കറ്റിലല്ല, അവരുടെ കടയിൽ. രാവിലെ തന്നെ 4:30 ആയപ്പോൾ ഉറക്കമില്ല, ഉറുമാമ്പഴം നിന്നിങ്ങനെ നിൽക്കുക. വല്ലാത്ത സാധനം തന്നെ. എനിക്കൊന്നും വേണ്ട രാവിലെ തന്നെ, എനിക്ക് വേണ്ടാന്ന്. മറ്റേ ഡ്രൈവർ കിടന്നുറങ്ങാൻ. ഇപ്പോഴാണ് നന്ദോന്ന് കിടന്നുറങ്ങിയത്. ഒന്നുമില്ല, കിടക്കണില്ലേ? എന്തിനാണിട്ട് പോയി കിടന്നുറങ്ങിക്കോ.